ഒരു വാർത്തയിലേക്ക് വന്നാൽ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ അന്തിമവാദം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടങ്ങി. വാദം പൂർത്തിയാക്കാൻ പ്രോസിക്യൂഷൻ 2 ആഴ്ച സമയം തേടി. ഒന്നാം പ്രതി പൾസർ സുനി ഹാജരായി. അതേസമയം മുൻ DGP ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിത കോടതിയലക്ഷ്യ ഹർജി നൽകി. ആർ റോഷിപാൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ റോഷിപാൽ, നടിയെ ആക്രമിച്ച കേസിൽ സുപ്രധാനമായ പല നീക്കങ്ങളും നമ്മൾ കാണുന്നു. വാദം തുടങ്ങുന്നതിനൊപ്പം എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ, 2017 ഫെബ്രുവരി 17 നടന്ന ക്രൂരമായ ആ ആക്രമണം അത് ഏതാണ്ട് വർഷങ്ങളായി അതിൻ്റെ നിയമ നടപടികൾ നടക്കുന്നതൊടുവിൽ അതിൻ്റെ അന്തിമ നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ അന്തിമ വാദമാണ് ഇന്ന് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഏതായാലും 2 ആഴ്ച ഈ വാദത്തിന് സമയം വേണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ആക്രമിക്കപ്പെട്ട നടി കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട നീതി തേടിയുള്ള കത്ത് നൽകിയത്. ഇന്ന് ഏറ്റവും ഒടുവിൽ മുൻ DGP ആയ ആർ ശ്രീലേഖയ്ക്കെതിരെ കോടതി അലക്ഷ്യത്തിന് ഹർജിയും നൽകിയിട്ടുണ്ട്. കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി അതും വിചാരണ കോടതിയിലാണ് സമർപ്പിച്ചത്. നേരത്തെ ദിലീപിന് അനുകൂലമായി സ്വന്തം യൂട്യൂബ് ചാനലിൽ ഒട്ടേറെ തരത്തിലുള്ള പ്രസ്താവനകൾ ഈ ആർ ശ്രീലേഖ നടത്തിയിരുന്നു. അതിനൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും അന്വേഷണ സംഘത്തിൻ്റെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തി. ഈ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളൊക്കെ അത് സൃഷ്ടിച്ചതാണ്, കൃത്രിമമായി പോലീസ് ഉണ്ടാക്കിയ തെളിവുകളാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ശ്രീലേഖയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശ്രീലേഖയ്ക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജി നടി നൽകിയിരിക്കുന്നത്. അതിനിടയിൽ നടിയുടെ ബന്ധുക്കൾ ഈ പോരാട്ടത്തിന് ശക്തി പകരുന്നതിന് വേണ്ടിയുള്ള പ്രതികരണങ്ങളുമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ സഹോദരനടക്കം രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.